വെൽക്കം ടു ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ. ഞാനിപ്പോഴും തൃപ്പരപ്പിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലാണ്. അതിൻ്റെ ചുറ്റുവട്ടത്തും കിടന്ന് കറങ്ങാണ്. ഇവിടെ വിട്ട് പോകാനേ തോന്നുന്നില്ല. എന്ത് ഭംഗിയുള്ള സ്ഥലമാണ് ഇത്. നോക്കൂ, തൃപ്പരപ്പിൻ്റെ മറ്റൊരു ഭാഗമാണ്. കുഞ്ഞ് ഫോൾസ് കണ്ടില്ലേ? അവിടെ മനോഹരമായ മറ്റൊരു കാഴ്ചയുണ്ട്, ഒരു ആനയെ കുളിപ്പിക്കുന്ന കാഴ്ച. നോക്കൂ, ആന സുഖമായിട്ട് വെള്ളത്തിൽ കിടക്കുന്നത്. എന്തൊരു സന്തോഷത്തിലാണ് നോക്കും അവൻ കിടക്കുന്നത്. അയ്യടാ, നല്ല കോസിയായിട്ട് വെള്ളത്തിലിങ്ങനെ ഹാഫ് മുങ്ങി കിടക്കുവാണ് ആശൻ. കുളിപ്പിക്കാനൊക്കെ ആൾക്കാരുണ്ടല്ലോ, നല്ല തണുത്ത വെള്ളം. എന്താ വേണ്ടത്? സുഖ പരിപാടി. വാസ്തവത്തിൽ ആന കിടക്കുന്ന പോലെ ചെന്നാൽ വെള്ളത്തിൽ കിടക്കാനാണ് തോന്നുന്നത്. എന്ത് രസമല്ലേ ഫ്ലോയിങ് വാട്ടറിൽ. ഷോ അനങ്ങുന്നില്ല, ഇങ്ങനെ കിടക്കും ഉറങ്ങുന്ന മാതിരി. ആഹാ, തുമ്പിക്കൈ ഇങ്ങനെ വെള്ളയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പൊക്കുന്നുണ്ട്. അതിന് ശ്വാസം കിട്ടാനായിട്ട് അത് വെള്ളത്തിൽ മുങ്ങി പോരുതല്ലോ. നമുക്ക് കൊമ്പ് തുമ്പിക്കൈ മാത്രം ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുന്നു. ഭയങ്കര ഫണ്ണി സീനാണ്. ശരിക്കും ആനയുടെ തുമ്പിക്കൈ എന്ന് പറഞ്ഞാൽ ആനയുടെ മൂക്കിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. നമ്മൾക്ക് ചെറിയ മൂക്കാണെങ്കിൽ ആനയ്ക്ക് ഇങ്ങനെ നീളത്തിൽ. അപ്പോൾ അവനിങ്ങനെ ഇടയ്ക്ക് തുമ്പിക്കൈ പുറത്തേക്ക് ഇടും ശ്വാസം കിട്ടാനായിട്ട്. സുഖമായിട്ട് കിടക്കുന്നത്. എനിക്ക് ആനയോട് അസൂയ തോന്നുന്നു വാസ്തവത്തിൽ ഇപ്പോൾ ഈ നിമിഷം അവൻ്റെ ആ കിടപ്പ് കണ്ടിട്ട്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ നടന്ന് ഈ പാലത്തിലൂടെ നടന്ന് അപ്പുറത്തെ സൈഡിൽ പോയാൽ അവിടെ ഒരു ബോട്ട് ക്ലബ്ബുണ്ട്. ബോട്ടിൽ കയറി ഒരു ചെറിയ ബോട്ടിങ്ങും കൂടി നടത്താം. പാലത്തിൻ്റെ നടുക്കെത്തിയപ്പോൾ ഞാൻ അറിയാതെ നിന്നുപോയി. കാര്യം എന്താ? നമ്മുടെ ആന കുളിക്കുന്ന സ്ഥലമെത്തി. നോക്കൂ, അവൻ അവിടെ സുഖമായിട്ട് കണ്ണടച്ച് കിടക്കുന്നത്. അവൻ്റെ ദേഹത്ത് തൊണ്ട്, പിന്നെന്താ ചെറിയൊരു മെറ്റൽ ഒരു കമ്പി പോലത്തെ സാധനം വെച്ചിട്ടിങ്ങനെ ചുരണ്ടി കഴുകുക. നോക്കൂ, നല്ല തൊണ്ടൊക്കെ വെച്ചിട്ട്. അവനൊന്നും അറിയാത്ത പോലെ ഒരു കിടപ്പ. അവനല്ലത് അവളാണെന്ന് തോന്നുന്നു. പിടിയാനെ കണ്ണൊക്കെ അടച്ച് ഇങ്ങനെ കുഴിച്ച് കിടക്കുക. നോക്കൂ, ഞാനിങ്ങനെ വായി നോക്കുന്ന കഥയൊന്നും അവനറിയുന്നില്ല. അവളിങ്ങനെ സുഖമായിട്ട് കാലെല്ലാം കാണാം. കാലിൻ്റെ ഒരുപാട് താഴ്ചയൊന്നുമില്ല, ഒരു പകുതി ദേഹമല്ലേ വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ളൂ. ആനയെ കുളിപ്പിക്കുന്ന കാഴ്ച ഒരു സൈഡിൽ. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാലോ, ഈ പാലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അതിമനോഹരം. ദാ നോക്കിക്കോളൂ, നമ്മൾ ഇരുന്ന കൽമണ്ഡപം, ആ ഭാഗം ക്ഷേത്രം, തൃപ്പരപ്പിലെ മഹാദേവ ക്ഷേത്രം, അതിനടുത്തുള്ള കൽമണ്ഡപം. എനിക്ക് ഈ സ്ഥലത്ത് ഞാൻ ആ ഭാഗത്തൊക്കെയല്ലേ ഇരുന്നേ, അവിടെ നിന്ന് ഇങ്ങനെ നടന്നല്ലേ ഇങ്ങോട്ട് വന്നേ. ഇവിടെ ശരിക്കും മഴക്കാലമായി കഴിഞ്ഞാൽ നിറയെ വെള്ളമുള്ള സമയത്ത് ഈ പാറക്കൂട്ടങ്ങളൊന്നും ഇങ്ങനെ കാണാൻ സാധിക്കില്ല. നല്ല വാട്ടർഫാൾസ് ആയിരിക്കും. അപ്പോൾ കുറേ കൂടി വെള്ളം ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന കാഴ്ച കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ ക്ഷേത്രത്തിൽ നിന്നും കൽമണ്ഡപത്തിലേക്കൊരു നടപ്പാത മാതിരി ഇച്ചിരി പൊക്കത്തിൽ കല്ലുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. കാര്യം അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിപ്പോവില്ലേ, ആ ഒരു കാര്യം ഒഴിവാക്കാൻ. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇത് നമ്മൾ കണ്ട ഭാഗങ്ങൾ. ഇനി കാണാൻ പോകുന്ന ഭാഗം അത് ഇപ്പുറത്തെ സൈഡിലാണ്. അത് നമ്മുടെ ബോട്ട് ക്ലബ്. ആൾക്കാർ ബോട്ടിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾക്ക് ഒരു ബോട്ടൊക്കെ എടുത്ത് ആ ഭാഗത്തൊക്കെ ഒന്ന് കറങ്ങി നടക്കാം. ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ ഇതൊക്കെ പോരെ, ഒരു പിക്നിക്. അപ്പോൾ വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് വളരെ വെരി ക്ലോസ് ബൈ. പിന്നെ തക്കല ഭാഗത്തേക്ക് വരിക. തക്കലയിൽ നിന്ന് ഒരു 23 കിലോമീറ്റേഴ്സ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ തൃപ്പരപ്പ് എന്നുള്ള ഈ മനോഹരമായ പ്രദേശത്ത് എത്താൻ സാധിക്കും. അപ്പോൾ വൺ ഡേ പിക്നിക് പ്ലാൻ ചെയ്യുക. രാവിലെ തിരിക്കുക, വൈകുന്നേരം വരെ ഇവിടെ എല്ലാം കറങ്ങി നടന്നിട്ട് ഉച്ചയ്ക്കുള്ള ലഞ്ച് പാക്ക് ചെയ്ത് കൊണ്ടുവരിക, കഴിക്കുക, തിരിച്ചു പോകുക. അതാണ് നല്ലൊരു ടൂർ പ്ലാൻ. ആനക്കുട്ടിയെ തിരിച്ചിട്ട് കുളിപ്പിക്കുന്ന ഒരു സൈഡ് കുളിപ്പിച്ച് കഴിഞ്ഞു തോന്നുന്നു ഏകദേശം. അപ്പോൾ അവനെ മറിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് ആക്കുന്ന കാഴ്ച കാണണ്ടേ. ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. കാത്തു നിന്നത് വെറുതെ ആയില്ല. ആനയുടെ കുളിസീനാണ് നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്.
ശരിക്കും ഞാൻ വന്നപ്പോഴേക്കും അവൻ ഒരു സൈഡ് മറിഞ്ഞ് കിടക്കുകയായിരുന്നു വെള്ളത്തിൽ. ഒരു ഭാഗത്ത് നന്നായിട്ട് തേച്ച് വൃത്തിയാക്കി കഴുകി കുട്ടപ്പനാക്കി കഴിഞ്ഞു. ഇനി അത് എങ്ങനെയാണ് തിരിഞ്ഞ് കിടക്കുന്നതെന്ന് അറിയണ്ടേ, അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. അപ്പോൾ പാവം കേട്ടോ, അവൻ ആ കറക്റ്റ് സമയമാകുമ്പോൾ അറിയാം. പിന്നെ അവരുടെ ആനക്കാർ ചെറിയ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു, അത് ആനയ്ക്ക് മനസ്സിലാകും. ആന പതുക്കെ എഴുന്നേറ്റ് മറിഞ്ഞ് കിടക്കാമെന്ന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവനിങ്ങനെ ബാക്കിലത്തെ കാലിങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ ഇരുന്ന് സിറ്റിംഗ് പൊസിഷനിൽ വന്നിട്ട് പിന്നെ ഇങ്ങനെ ചരിഞ്ഞ് പാവം കേട്ടോ, സോ സ്വീറ്റ്. അവനിങ്ങനെ വളരെ അരുമയായിട്ട് ഒരു കുഞ്ഞു കുട്ടിയെ പോലെ തിരിഞ്ഞ് കിടക്കുകയാണ്. വീണ്ടും വളരെ കോസിയായിട്ട് ഹാപ്പി ആയിട്ട് കിടക്കുന്നു. എന്തായാലും നന്നായിട്ട് വൃത്തിയായിട്ട് കുളിപ്പിച്ച് കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്ന ആനക്കാരാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഭാഗത്ത് ഇവിടെ കണ്ട ആന എന്തായാലും വളരെ ഹാപ്പിയാണ്. നമുക്കിനി ആനയുടെ വിശേഷങ്ങളെല്ലാം കണ്ടു. ഇനി ബാക്കി വിശേഷങ്ങൾ നടന്ന് അങ്ങോട്ട് പോവുകയാണ്. അവിടെയാണ് ആ ഭാഗത്ത് ബോട്ട് ക്ലബ്, അതിൻ്റെ അപ്പുറത്തൊരു ചിൽഡ്രൻസ് പാർക്ക്. കുട്ടികളുമായിട്ട് വന്നാൽ ചിൽഡ്രൻസ് പാർക്കുണ്ട്, ബോട്ടിംഗ് ഉണ്ട്, അവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഈ ആനയെ കുളിപ്പിക്കുന്ന കാഴ്ചയൊന്നും എപ്പോഴും കാണാൻ പറ്റില്ല, അത് നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ കാണാം. ഇന്ന് എനിക്ക് കുറച്ച് ലക്കുണ്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. ചെറിയ ബോട്ടിംഗ്. ഈ ബോട്ട് ക്ലബ്ബിൽ 2 തരം ബോട്ടുണ്ട്. റോ ബോട്ടും ഉണ്ട്, അതായത് നമ്മൾ തുഴഞ്ഞു പോകുന്ന ബോട്ട്. അപ്പോൾ സഹായിക്കാൻ ഒരാളുണ്ടാവും തുഴയാനായിട്ട്, തുഴയൽക്കാരനുണ്ടാകും. പിന്നെ പെഡലിങ് ടൈപ്പ്, നമ്മൾ തന്നെ ചവിട്ടി ഇങ്ങനെ പോയില്ലേ, പെഡൽ ചെയ്യും, അങ്ങനെയുണ്ട്. ഞാൻ പക്ഷേ റോ ബോട്ട് മതി, സഹായിക്കാൻ ഒരാളിരിക്കട്ടെ. കാലിൽ ചവിട്ടി പോകുന്ന കുറച്ച് പാടാണ്. നമ്മൾ ഇതേണ്ട ആ ഭാഗം വരെ, അത്ര ഭാഗം വരെയാണ് കൊണ്ടുപോകുന്നത്. അവിടെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്, അതുവരെയാണ് നമ്മളെ ബോട്ടിങ്ങിന് കൊണ്ടുപോകുന്ന സ്ഥലം. ഇത് പേപ്പാറ ഡാമിൻ്റെ ബാലൻസ് ഏരിയ ആണ്. കാര്യം ഇതെല്ലാം അങ്ങനെയാണ്. പേപ്പാറ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ് തൃപ്പരപ്പ് വാട്ടർഫാൾസ് ആയിട്ട് താഴേക്ക് ഒഴുകി ഇറങ്ങുന്നത്. അപ്പോൾ ഇത് ഈ ഭാഗത്ത് കുറച്ച് ഡീപ്പാണ്, അവിടെയാണ് ബോട്ടിങ്ങിന് പോകുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞു. ബോട്ടിലേക്ക് കയറാൻ പോവാണ്. അയ്യോ, ഏത് ഭാഗത്തിരിക്കട്ടെ, നടക്കുക. ആ കുഴപ്പമില്ല. അധികം വെയിറ്റ് ഇല്ലല്ലോ, കാര്യം 2 ആൾ മാത്രമല്ലേ പോകുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ചൊരു ബാലൻസിങ് പ്രോബ്ലം അല്ലേ. ഓക്കെ, നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നു. കഴിഞ്ഞു നല്ല താഴ്ച ഉണ്ടല്ലേ ഈ വെള്ളം. 40 അടി, കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 40 അടി താഴ്ചയാണ്. ലൈഫ് ജാക്കറ്റ് ഒന്നും ഇല്ല. എന്തെങ്കിലും സഹായിക്കാനുള്ള സാധനങ്ങളുണ്ടോ? ഈ സാധനം ഉണ്ടല്ലേ, വേണ്ടി വന്നാൽ അല്ലേ. നീന്തറിയില്ല, ഏതാ ലൈഫ് ജാക്കറ്റ് ഒരെണ്ണം കയ്യിൽ കരുതുന്നല്ലേ. ഈ സാധനത്തിൽ പൊങ്ങി കിടക്കുമല്ലോ. ഒരു ലൈഫ് ജാക്കറ്റ് ഉള്ളതല്ലേ നല്ലത്. കുഴപ്പമില്ല പോട്ടെ. എനിക്ക് നീന്തറിയില്ല, അതാണ് പ്രശ്നം. ഈ സാധനം മതിയല്ലോ പൊങ്ങി കിടക്കാൻ. ഒന്ന് കാണിച്ചാൽ സാധനം ഇങ്ങോട്ട് തള്ളി. ആ ലൈഫ് ബോയ് അല്ലേ, ഇതായാലും മതി. അത്യാവശ്യം രക്ഷപ്പെടാൻ പറ്റും. ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു എന്താ പറയുക, മഴക്കാറുള്ള ഒരു സമയമാണ്. ചിലപ്പോൾ മഴ പെയ്തേക്കാം, ഒരു പക്ഷേ പറയാൻ പറ്റില്ല. മഴ പെയ്താൽ നനയാണല്ലേ, അല്ലെങ്കിൽ ഒരു കുടയും കൂടി എടുക്കാം. നല്ല രസമായിരിക്കും മഴയത്ത് ഇങ്ങനെ ബോട്ട് ചെയ്ത് പോകുന്നൊരു കാഴ്ച. അതും ഇൻട്രസ്റ്റിംഗ് ആണ്. വേറെ ആൾക്കാരുണ്ട്, വേറൊരു ബോട്ടിൽ നിറച്ച് ആൾക്കാർ ബോട്ടിങ് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അത് നിറച്ച ആൾക്കാരുള്ള ബോട്ടാണ്. ഇവിടെ ഞാൻ മാത്രം.
അങ്ങനെ നമ്മുടെ ബോട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഡാം ഈ വെള്ളം എന്ന് പറയുന്നത് 2, 3, 4 സ്രോതസ്സുകളിൽ നിന്ന് വരുന്നതാണ്. പേച്ചിപ്പാറ ഡാം, പിന്നെ ചിറ്റാർ ഡാം, അപ്പോൾ ചിറ്റാർ 1, ചിറ്റാർ 2, പിന്നെ പേച്ചിപ്പാറ, അത് കഴിഞ്ഞ് കോതയാർ. ഇത്രയും ആണ് ഈ വെള്ളത്തിൻ്റെയൊക്കെ ഒരു സ്രോതസ്സ്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം ഒഴുകി വന്നാണ് ഈ അണക്കെട്ടിൽ അവിടെ നിന്നെല്ലാം വന്നിട്ട് ഇങ്ങനെ താഴോട്ട് ഒഴുകി അതൊരു വലിയ ഫാൾസായിട്ട്, വാട്ടർ ഫാൾസായിട്ട് തൃപ്പരപ്പ് വെള്ളച്ചാട്ടമായി മാറുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും ആ വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് മുന്നിലായിട്ടുള്ള ഈ ഭാഗത്താണ് കറങ്ങി നടക്കുന്നത് ഇപ്പോൾ ബോട്ടിങ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ ഡീപ്പാണ്. പറഞ്ഞല്ലോ 40 അടി താഴ്ചയുണ്ടെന്ന്. ചെറിയ പേടിയില്ല. ചെറുതായിട്ട് മഴ ചാറി തുടങ്ങുന്നു, വിസിൽ ചെയ്ത് തുടങ്ങി. ഇവിടെയെല്ലാം കണ്ടു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, കാം ആൻഡ് ക്വയറ്റാണ്, ശാന്തമാണ്. വെറുതെ ഒരു എന്താ പറയുക, ചെറിയൊരു ബോട്ടിങ് എന്നുള്ളൊരു സങ്കല്പം മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ട് ഇത് എൻജോയ് ചെയ്യാൻ പോകുന്നത് കുട്ടികളായിരിക്കും. കാരണം ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, അത് കഴിഞ്ഞിട്ടൊരു ബോട്ടിങ് എന്നൊക്കെ പറയുന്ന ആ ഒരു സങ്കല്പം, വാട്ടർ ഫാൾസ്, നമുക്ക് ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നാൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ ചെറിയ മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഴയത്തുള്ളൊരു ബോട്ടിങ്ങാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. ഈ മഴ ഒരു പെരുമഴയായി മാറാതിരിക്കട്ടെ. ചെറിയ ചെറിയ ചാറ്റൽ മഴ ഓക്കെയാണ്, പക്ഷെ കുഴപ്പമില്ല. ഞാൻ കുട കൊണ്ടുവന്നു. ചെറിയ കാറ്റും എന്താ പറയുക, മഴയ്ക്ക് മുന്നോടിയായിട്ടുള്ളൊരു കാറ്റ്. ഇന്നത്തെ ക്ലൈമറ്റ് വളരെ നല്ല ക്ലൈമറ്റാണ് എനിക്ക് തോന്നുന്നു, അല്ലേ? നല്ല കാറ്റും, ഒരുപാട് വെയിലില്ല, ഒരു മഴക്കോളും. അല്ലെങ്കിൽ ഭയങ്കര വെയിലായിരിക്കില്ല ഈ സമയത്ത്. നോർമലി ഇതിപ്പോൾ ഏതാണ്ട് ഒരു ഉച്ച സമയം ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ രാവിലെ ഇവിടെ എത്തിയതാണ്. പക്ഷേ ഇപ്പോൾ നട്ടുച്ചയ്ക്ക് സൂര്യപ്രകാശത്തിൻ്റെ അങ്ങ് അറ്റത്തെ സൂര്യൻ ഉച്ചയിൽ നിൽക്കേണ്ട ഒരു സമയമാണ്. പക്ഷെ ഭാഗ്യം നമ്മുടെ കൂടെയാണ്. കാര്യം ഒരു മഴക്കോളാണ്, അതുകൊണ്ട് തന്നെ കുറച്ചൊരു മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ്. അതാണ് ഈ ഒരു ചെറിയൊരു ബോട്ടിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. കണ്ടില്ലേ കയർ കെട്ടിയിരിക്കുന്ന ഒരു ഭാഗം, അതിങ്ങനെ വെറുതെ ഒരു ബൗണ്ടറി മാർക്ക് ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ. കാര്യം ടൂറിസ്റ്റുകൾ പലതരമാണ് വരുന്നത്. അപ്പോൾ അവരെ നിയന്ത്രിക്കുക എന്നുള്ളത് ടൂറിസത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ ഒരു ആവശ്യവും കൂടിയാണ്. കാര്യം അപകട സാധ്യത കൂടുതലാണ്. പറഞ്ഞ ലിമിറ്റും കഴിഞ്ഞ് പിന്നെയും കുറേ ദൂരം സഞ്ചരിച്ച് വെള്ളത്തിലേക്ക് ചാടി കുളിക്കാനുള്ള ശ്രമമൊക്കെ ചില ആൾക്കാരെങ്കിലും നടത്താറുണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ കഴിയുന്നത് ഒഴിവാക്കുക. എപ്പോഴും നമ്മളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റിൽ ചെന്നാൽ അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ പറയുന്നത് അതുപോലെ അനുസരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് തന്നെയാണ് അപകടങ്ങൾ പലതും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ അനുസരിക്കാതെ പോകുന്ന സ്ഥലങ്ങളിലാണ് അപകടങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും മനോഹരമായ ഒരു പ്രദേശം, നല്ല ബോട്ടിംഗ് എല്ലാം. പിന്നെ ഞാനിങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ ഒരുപാട് പ്ലാസ്റ്റിക് ബോട്ടിൽസ്, പ്ലാസ്റ്റിക് പേപ്പേഴ്സൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന കാഴ്ചയും കാണുന്നുണ്ട് ഒരു സൈഡിലായിട്ട്. അതിങ്ങനെ വെള്ളം ഡ്രിഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയി. ഇതെല്ലാം തന്നെ ഈ വരുന്ന ടൂറിസ്റ്റുകൾ കാണിക്കുന്ന പ്രത്യേകതയാണ്. സത്യം പറഞ്ഞാൽ അത്തരം കാര്യങ്ങൾ നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ആരും പറഞ്ഞില്ലെങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. കാര്യം പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ലല്ലോ. നമുക്ക് കിട്ടുന്ന ശരിക്കൊരു വരദാനം പോലെ കിട്ടുന്ന കാര്യമാണ്. നമ്മളത് ആസ്വദിക്കുക മാക്സിമമായിട്ട്, അതിനെ ഹാം ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ ദോഷപ്പെടുത്താത്ത രീതിയിൽ. നാളെ വരുന്ന തലമുറയ്ക്കും ഇതാവശ്യമാണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളാണ്. പിന്നെ ഇതിങ്ങനെ പോയിട്ട് ആ ഭാഗത്ത് അവിടെ ഇച്ചിരിയുടെ ഷെയ്ഡുള്ളൊരു ഭാഗമാണ്. അവിടെ എത്തുമ്പോഴാണ് 40 ഫീറ്റ് ഡീപ്പ് എന്ന് പറയുന്നത്, നല്ല താഴ്ച 40 അടി. അത് കാര്യം എന്താ വെച്ചാൽ പണ്ട് ഇവിടെ മണൽ വാരലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മണൽ മാഫിയയുടെ മണൽ വാരൽ സ്ഥലമായിരുന്നു. ഇങ്ങനെ മണൽ വാരിയാണ് ഈ ആറിൻ്റെ ആ ഭാഗമെല്ലാം ഒരുപാട് കുഴിയായത്. ഇപ്പോൾ അതെല്ലാം ഇല്ലാണ്ടായി. കാര്യം അതൊക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ചുറ്റോട് ചുറ്റും ഇങ്ങനെ കൈതക്കാടുകൾ, ചെറിയ വാട്ടർ ലില്ലീസാണ് ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ കാണുന്നത്. ഒരു തനി നാട്ടിൻപുറത്തിൻ്റെ കാഴ്ചകൾ പോലെയാണ് തോന്നുന്നത്. ഇങ്ങനെ കറങ്ങി നല്ല ഗ്രീൻ കളറിലെ വെള്ളം അതിങ്ങനെ ഒഴുകിയാണത് ഒരു വാട്ടർ ഫാൾസിലേക്ക് ചെന്ന് അവസാനിക്കും.
ബോട്ടിംഗ്. പിന്നെ ചുറ്റും കാണുന്ന പ്രദേശം എല്ലാം നാട്ടിൻ പ്രദേശം തന്നെയാണ്. ഇതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ്. ഈ സൈഡിൽ റബ്ബറിൻ്റെ തോട്ടം, ആ സൈഡിൽ തെങ്ങും തോപ്പ്, ഇങ്ങനെയുള്ള കാഴ്ചകൾ തന്നെയാണ്. പക്ഷേ അതേസമയം നടുക്കിങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആറ് ഒഴുകുന്നു എന്നുള്ളതാണ്. ഇത് ഒരാറല്ല, ഒരു 4 നദികളുടെ സ്രോതസ്സാണ്. അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ ഇങ്ങനെ ഒഴുകി നമ്മുടെ തൃപ്പരപ്പ് വാട്ടർഫാൾസിലേക്ക് പോകുന്നത്. ഒരു പക്ഷേ തൃപ്പരപ്പിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഇത്രയും ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും പറ്റും എന്നുള്ള കാര്യം ഒരു പക്ഷേ അറിയില്ലായിരിക്കും. എല്ലാവരും വരും തൃപ്പരപ്പിലെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വന്നിട്ടൊന്ന് കുളിച്ചിട്ട് തിരിച്ചു പോകുന്നൊരു കാഴ്ച. പക്ഷെ അങ്ങനെയല്ല. തൃപ്പരപ്പിൽ വന്നു കഴിഞ്ഞാൽ ക്ഷേത്ര ദർശനമുണ്ട്, പിന്നെ പാലത്തിലൂടെ നടക്കാം, കൽമണ്ഡപമുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ബോട്ടിങ്, ചിൽഡ്രൻസ് പാർക്ക്, അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകൾ. ഞാൻ പറഞ്ഞില്ല, ഒരു ഡേ സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് എത്തി നിൽക്കുവാണ്. ഇനി നമ്മളിങ്ങനെ ബോട്ട് തിരിച്ച് താഴേക്ക് തിരിച്ചു പോകാമല്ലോ, തിരിച്ച് അല്ലേ. ഇപ്പോൾ ഞാനൊരു സിംഗിൾ ജേണിയാണ് എടുത്തിരിക്കുന്നത്. ഞാനും നമ്മളുടെ കൂട്ടുകാരൻ കുട്ടിയും മാത്രമേ ഉള്ളൂ. ഇതൊരു 6 സീറ്ററിൻ്റെ ബോട്ടാണ്. 6 പേർക്കാണ് സാധാരണ ഇതിൽ സഞ്ചരിക്കാൻ പറ്റും. പക്ഷേ ഒറ്റയ്ക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതൊരു പ്രത്യേക രസമുണ്ട്. ഇങ്ങനെ ആ ഭാഗം ഇപ്പോൾ ഇതൊരു 40 അടി താഴ്ചയുള്ള ഭാഗം അല്ലേ. ഈ ഭാഗത്തൊക്കെയാണ് താഴ്ച പറയുകയാണ് 40 അടി. മണ്ണ് വാരി 40 അടി ആയത്. പെഡലിംഗ് ടൈപ്പ് ബോട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ലക്ഷോളിയായിട്ട് ചവിട്ടി പതുക്കെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി അങ്ങനെ വേണമെങ്കിലും പോകാം. നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കും ബോട്ട്. എത്ര സമയമാണ് ബോട്ടിങ്ങിന് കൊടുക്കുന്നത്? അരമണിക്കൂർ. അപ്പോൾ അരമണിക്കൂർ സമയമാണ് 150 അല്ലേ, 180 രൂപ. പെഡൽ ബോട്ടിന് എത്രയാണ്? 100 ഉള്ളൂ. 2 പേർക്ക് പോകാൻ പറ്റുന്ന പെഡലിംഗ് ടൈപ്പ് ബോട്ടിന് 100 റുപ്പീസ് മാത്രമേ വാടകയുള്ളൂ. അരമണിക്കൂർ സമയം വേണമെങ്കിൽ ഒരു 1 അവറിന് 200 രൂപ കൊടുത്തെടുത്തിട്ട് 1 മണിക്കൂർ ഇങ്ങനെ കറങ്ങി നടക്കും വെള്ളത്തിലൂടെ. കഴിക്കാൻ എന്തെങ്കിലും ചെറിയ സ്നാക്സ് കരുതിയാൽ ചവിട്ടുന്ന കൂട്ടത്തിൽ കഴിച്ച് പോവുകയും ചെയ്യാം. ബോട്ടിംഗ് കഴിഞ്ഞു തിരിച്ചു കയറുന്ന ജോലിയാണ്. അയ്യോ അയ്യോ ദൈവമേ. അങ്ങനെ നമ്മുടെ സക്സസ്ഫുൾ ബോട്ടിങ് കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. തിരിച്ച് വീണ്ടും നമ്മൾ ബോട്ട് ക്ലബിൻ്റെ പരിസരത്ത് തന്നെ എത്തി. ഇനി നമ്മുടെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഭാഗത്ത് കൂടി പുറത്തേക്ക് പോകും. ഇവിടെ കപ്പയും ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, ചിക്കൻ്റെ ഗ്രേവി, കറി കാര്യങ്ങളെല്ലാം ഉണ്ട്. വാങ്ങി കഴിക്കാൻ പറ്റിയ കാര്യമാണ്. അപ്പോൾ ഇതും ഇവിടെ എല്ലാ ദിവസവും ഉണ്ടാകും അല്ലേ? ഒന്ന് കഴിച്ചാലോ? ശരി, അപ്പോൾ 2 കപ്പ എടുക്കാം. കപ്പയും ഒരു ഫിഷ്. ഇത് ഡാമിലെ ഫിഷാണോ? ഡാം ഫിഷ്, മൃഹാൾ ഡാം ഫിഷ്. പിന്നെന്താണ് വേറെ ഇതിൻ്റെ കൂടെ? മുളക് പൊടി, അവരുടെ പൊടി എഴുതുമോ? അതാ എല്ലാം ആണോ? ടച്ച് ചെയ്യാൻ എണ്ണ ഒഴിക്കില്ലേ? മുളക് ഉപ്പും കൂടി വെറുതെ, മുളക് പൊടിയും ഉപ്പും. പിന്നെന്താണ്? ചിക്കൻ ഗ്രേവി. ഓക്കെ, കുറച്ച് സൈഡിൽ മതി. താങ്ക് യു. ഇത്രയാണ് കോമ്പിനേഷൻ. ഇതിന് എത്ര രൂപയാണ് സാധാരണ വാങ്ങാറ്? 70 റുപ്പീസ്. 70 രൂപയാണ്. റയറാണ്. ഡാം ഫിഷ് ഫ്രൈ, മുളക് പൊടി, ചിക്കൻ ഗ്രേവി ആൻഡ് കപ്പ.
ആവശ്യക്കാരേറെയാണ്. കാര്യം സൈറ്റ് സീയിങ് എല്ലാം കഴിഞ്ഞ് ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ ഉച്ചയ്ക്ക് ലഞ്ച് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പറ്റിയ പരിപാടി. കപ്പയും മീനും പ്ലസ് ചിക്കൻ. പുഴമീൻ എന്താണെന്ന് നോക്കട്ടെ. ടേസ്റ്റ് ഡാം ഫിഷ്. എന്താ പേര് പറഞ്ഞേ? ആ മീനിൻ്റെ പേരെന്താ പറഞ്ഞത്? മൃഗാള് കൊള്ളാം. നല്ല ടേസ്റ്റി ഫിഷ്. ഞാനിതൊക്കെ ഒന്ന് കഴിച്ച് തീർക്കട്ടെ. അങ്ങനെ തൃപ്പരപ്പിലെ വിശേഷങ്ങളൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. നമ്മൾ രാവിലെ എത്തിയതാണ്. ഇപ്പോൾ ഏതാണ്ട് ഉച്ചയോടടുത്ത് കഴിഞ്ഞു. നമ്മളുടെ പ്രധാന കാഴ്ചകളെല്ലാം കഴിഞ്ഞു. ഉച്ചഭക്ഷണം കപ്പയിലും മീനിലും ഞാൻ ഒതുക്കിയിരിക്കുകയാണ്. ചിക്കൻ്റെ ഗ്രേവി, ഫിഷ് ഫ്രൈ ആൻഡ് കപ്പ. എന്തായാലും സന്തോഷമായി. മനസ്സിനും ഭയങ്കര സന്തോഷം. കാര്യം വളരെ മനോഹരമായ കാഴ്ചകളും ഇതെല്ലാം തന്നെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളല്ലേ. അതിൻ്റെ ഇടയിലൂടെ സഞ്ചരിക്കുമ്പോഴും അങ്ങനെ വളരെ ഹാപ്പിയാകുന്ന ദിവസങ്ങളാണ് ഇത്തരം യാത്രകളെല്ലാം. അപ്പോൾ നമ്മളുടെ യാത്ര പക്ഷേ തീരുന്നില്ല, ഇനിയും തുടരും.